أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. ഫതഹുൽ ഖയ്യൂം ക്ലാസ് 4. 3 ക്ലാസ്സുകളിലായി ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചതായ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്രിഫ് ലഹു ദറാഹിമൻ വദഹബാ ഫമാ സിവാഹു കുല്ലു ശൈഇൻ ദഹബാ. വസ്രിഫ്, നീ ചിലവഴിച്ചോ, ലഹു, ആ ഇൽമിന് വേണ്ടിയിട്ട്, ദറാഹിമൻ, വെള്ളി നാണയങ്ങളെ, വദഹബൻ, പൊന്നു നാണയങ്ങളെയും. അല്ലാഹു നിനക്ക് നൽകിയ സമ്പത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മുഖ്യ ഘടകമായ നെടും തൂണായ ഇൽമിന് വേണ്ടി നീ ചിലവഴിച്ചോ. ഇൽമിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നീ ചിലവഴിക്കുക. ഫമാ സിവാഹു, ഇൽമിനു വേണ്ടി അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതായ ഒന്ന്, കുല്ലു ഷൈഇൻ, മുഴുവൻ വസ്തുക്കളും, ഇൽമുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന മുഴുവൻ വസ്തുക്കളും, ദഹബ, അത് നശിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് ഒരു കൂലിയും കിട്ടുകയില്ല. എന്നാൽ ഇൽമിന് വേണ്ടി ചിലവഴിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള വല്ലാത്ത നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പൊ ഇൽമിന് വേണ്ടി നമ്മൾ എന്ത് വേണം? ചിലവഴിക്കണം. ഫസാഹിമിൽ ഫുഹുല ബിൽ കറാമ വഫാരിഖിൽ ബിതുനത വൽ കറാമ. ഫസാഹിം, നീ കൂട്ടുകൂടിക്കോ, നീ അടുത്തുകൂടിക്കോ, അൽ ഫുഹൂല, പണ്ഡിതന്മാരോടൊപ്പം, ഇൽമുള്ള ആളുകളുമായി നീ കൂട്ടുകൂടിക്കോ, അവരുടെ അടുത്തിരുന്നോ. ദിവസവും ദൈനംദിനം ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരോടൊപ്പം നമ്മൾ അല്പനേരം ഇരിക്കണം. അവരോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം കിട്ടിയാൽ യാത്ര ചെയ്യണം. അവരോടൊപ്പം അടുത്താൽ നമുക്ക് ഒരുപാട് ഇൽമ് കരസ്ഥമാക്കാൻ കഴിയും. അവർ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, ഇരിക്കുന്നത്, ചിരിക്കുന്നത്, മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്നത്, അങ്ങനെ തുടങ്ങി അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഇൽമ് നമുക്ക് പഠിക്കാൻ കഴിയും. അതാണ് പണ്ഡിതന്മാരുമായി, ഇൽമുള്ള ആളുകളുമായി നമ്മൾ കൂട്ടുകൂടിയാൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇൽമുള്ള ആളുകളുമായി അവരോടൊപ്പം എന്ത് വേണം? അടുത്തിരിക്കണം, അവരോടൊപ്പം കൂട്ടുകൂടണം. ബിൽ കറാമ, അവരെ ആദരിക്കുന്നതോടൊപ്പം, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരോടൊപ്പം നീ കൂട്ടുകൂടിക്കുവോ. വഫാരിഖിൽ ബിത്വനത, വഫാരിഖ്, നീ ഉപേക്ഷിച്ചോ, അൽ ബിത്വനത, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. വയറ് നിറച്ച് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നീ ഉപേക്ഷിച്ചോ. വൽക്കറ, ഉറക്കത്തിനെയും നീ ഉപേക്ഷിച്ചോ, അമിതമായി ഉറങ്ങുക. മഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഅക്കീദ്. വൽക്കറ, നീ അമിതമായി ഉറങ്ങുന്നതിനെ തൊട്ടും ഉറങ്ങുന്നതും നീ ഉപേക്ഷിച്ചോ. മഹ്, നീ ഒഴിവാക്കിക്കോ. അപ്പോൾ ഈ പറഞ്ഞ അമിതമായി ഭക്ഷണം കഴിക്കുക. അമിതമായി ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം നമുക്ക് വരും, മടി വരും, പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു പോകും. ആ പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരും, ശരീരം ക്ഷീണിച്ചു പോകും. അപ്പോൾ നമ്മൾ ഉറക്കിലേക്ക് പോകും.
എന്നാൽ അമിതമായി ഭക്ഷണം കഴിക്കാതെ പാകത്തിന് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാലോ നമുക്ക് വല്ലാത്ത ഉത്സാഹമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഇൽമിൻ്റെ വഴിയിൽ നമ്മൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകും. അതാ പറഞ്ഞത് വയറ് നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. وشرد المنية واستعصي الهوى فمن يصر طابئها فقد هوى വശരിദ് നീ ആട്ടിയോടിച്ചോ അൽ മുനിയത്ത ഐഹികമായ സുഖങ്ങളെ, ദുന്യവിയായ സുഖങ്ങളെ നീ ആട്ടിയോടിച്ചോ. വസ്തഅസ് നീ എതിര് പ്രവർത്തിച്ചോ അൽ ഹവാ ദേഹേച്ഛയോട്. അപ്പൊ ശരീരം പറയുന്ന മറ്റുള്ള കാര്യങ്ങൾക്ക് നീ പോകണ്ട, ആ ദേഹേച്ഛയെ തൊട്ട് നീ മാറി നിന്നോ, അതിനെതിരെ നീ പ്രവർത്തിച്ചോ. ശരീരം ഉറങ്ങാൻ പറയുമ്പോൾ, അമിതമായി ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ, അമിതമായി ഉറങ്ങാൻ പറയുമ്പോൾ അതിൽ നിന്ന് എതിര് പ്രവർത്തിച്ചുകൊണ്ട് നീ ഇൽമിന്റെ വഴിയിൽ സഞ്ചരിച്ചോ. ഫമൻ യസ്യുർ ആരെങ്കിലും ഒരുത്തൻ ആയാൽ, താബിഅഹ ആ ദേഹേച്ഛയെ പിന്തുടരുന്നവനായാൽ, ഫഖദ് ഹവാ അവൻ പരാജയത്തിൽ വീണുപോയിരിക്കുന്നു, അവൻ പിന്നെ പരാജിതനാണ്. അപ്പൊ ശരീരത്തിന്റെ ഇച്ഛയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ശരീരത്തിന്റെ ഇച്ഛ എന്താണോ, അമിതമായി ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, മറ്റുള്ളവരുമായി കൂട്ടുകൂടുക, ഇൽമുമായി ബന്ധപ്പെടാത്ത മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് ശരീരം കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ എതിര് പ്രവർത്തിച്ചുകൊണ്ട് ദീനിന്റെ വഴിയിലേക്ക് നീ കടന്നു വന്നോ. എന്നാൽ മാത്രമേ അല്ലാഹു നാഫിയായ ഇൽമു നിനക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോഴാണ് ഇൽമിന്റെ മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 ബൈത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകമായി പറയാനുള്ളത്, അമിതമായി ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ അമിതമായി ഉറങ്ങാനും പാടില്ല. കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ എന്നുകൂടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതിനെ തൊട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.